പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഷോക്കേസിലൊക്കെ വെക്കാനായിട്ട് ഒരു അടിപൊളി പൈനാപ്പിൾ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി അമർത്തിയേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു നെയ്യുടെ ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്തെങ്കിലും ഇച്ചിരി ഉരുണ്ട ബോട്ടിൽ നോക്കി എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കാണ്. ഇതിന് ഫിഷ് വയർ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്ന കടകളിലൊക്കെ കിട്ടും. ഇത് നമുക്ക് ഗ്രീനും യെല്ലോയും വേണം. ഇത് നമുക്കിനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. യെല്ലോ കട്ട് ചെയ്ത് അതേ അളവിൽ തന്നെ ഗ്രീനും കുറച്ച് കട്ട് ചെയ്തെടുക്കണം. അത് കുറച്ച് മതിയാവും. മേളിൽ ഒരു വരി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മതി നമുക്ക്. ഇനി നമുക്ക് ഈ ഗ്രീൻ വയർ ഇപ്പോൾ കട്ട് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുറച്ചുകൂടെ വലിയ പീസസ് വേണം. ഇനി നമുക്ക് ഈ വലുതായിട്ട് കട്ട് ചെയ്തെടുത്തതിൻ്റെ എല്ലാം അറ്റം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ ലീഫ് പോലെ തോന്നത്തക്ക രീതിയിൽ. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വയറെല്ലാം ഇതുപോലെ ഒന്ന് ഗ്ലൂ പുരട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുമ്പോൾ ഇതുപോലെ ഗ്യാപ്പ് വരാതെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോൺ കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഗ്രീനും യെല്ലോയും എല്ലാം ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വയറെല്ലാം ആദ്യമേ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മടക്കി ഒട്ടിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ വയർ അതിന് താഴെയായിട്ട് ഒരു വരി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിന് താഴെയായിട്ട് നമുക്ക് യെല്ലോ വയറെല്ലാം ഓരോ വരിയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ഗ്രീൻ വയറിൻ്റെ ഇടയ്ക്ക് വേണം ഒരു യെല്ലോ വയർ ഒട്ടിക്കാൻ. ഇതുപോലെ ഈ ബോട്ടിൽ മുഴുവൻ ഒട്ടിച്ചെടുക്കണം. ഇതിലൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ മുകളിലത്തെ വരിയിൽ രണ്ട് വയറിന് ഇടയ്ക്കായിട്ട് താഴത്തെ വരിയിൽ ഒട്ടിക്കണം. അപ്പോൾ നമ്മളിത് മുഴുവൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും താഴ് ഭാഗത്തായിട്ട് ഈ ഗ്രീൻ വയറൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ആ ഗ്രീൻ വയറിലേക്ക് ഇടവിട്ട് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ കൂടി അമർത്തിയേക്കുക.